ഗോവിന്ദേ, സാർ യു ട്രൈഡ് യുവർ ലെവൽ ബെസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ലാസ്റ്റിൽ നിർത്തിയ അതൊക്കെ ശ്രുതി കറക്റ്റായിരുന്നു. പക്ഷെ മോൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ശ്രുതിയാണ് ഒരു വലിയ ശത്രു. കാരണം ആ ശ്രുതി ചേർത്ത് പാടിയാലേ അതങ്ങോട്ട് വരത്തുള്ളൂ. പിന്നെ ഇതിനകത്തെ കുറച്ച് സംഗതികൾ, അപ്പോൾ അതൊന്ന് വന്നാൽ നന്നായിരുന്നു. കാരണം നല്ലൊരു ശബ്ദം, എന്നാൽ പാടാൻ നല്ല കഴിവും ഉണ്ട്. കാരണം നേരത്തെ ഞാൻ വന്നപ്പോൾ ഉള്ള പാട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പം ആ രീതിയിൽ ഇത് പാടാമെന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പം ഒരു കാലിൽ കാഞ്ചന അവിടെ നിന്നൊക്കെ വരുമ്പോൾ ആ ശ്രുതി മൊത്തം പോകുന്നു. അവിടെയാണ് ഈ നമ്മുടെ ആദ്യമേ ഒരു പ്രശ്നം വരുന്നത്. ശ്രുതി എന്ന് ആതിര വരവായി പൊന്നാതിര വരവായി നിളയുടെ പുളിനവും, ആ ഒരു ഗമകം ഉണ്ടല്ലോ, നിളയുടെ പുളിനവും, അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. അഴകൊടു കമലദളം മംഗല്യഹാരം ദേവിക്കു, ആ ഗ്ലൈഡ് മഞ്ജുസ്വരങ്ങൾ കോർത്തോരു ശ്രീരാഗമാ, അങ്ങനത്തെ ഉള്ള ഒരു ക്ലാസിക്കൽ ടച്ച് ഇതിനകത്ത് കൊണ്ടുവരണം. അതാണ് ഞാൻ പാടിയിരിക്കുന്നത് അങ്ങനെ. പിന്നെ മറുകാലിൽ അതെങ്ങനെ പാടിയത്? ഒരു കാലിൽ കാഞ്ചന കാൽ ചിലമ്പും മറുകാലിൽ കരിനാഗക്കാൽ താളവും കരിനാഗക്കാൽ താളവും. അടുത്ത് ഒരു കാലിൽ കാഞ്ചന കാൽ ചിലമ്പും മറുകാലിൽ കരിനാഗക്കാൽ താളവും തരരി. അവിടൊക്കെ ഈ ഒരു ഞാനിപ്പോൾ പാടിയ ഒരു ക്ലാസിക്കൽ ടച്ചാണ് മൊത്തം ഉള്ളത്. ആകെ എല്ലായിടത്തും ആകാരവും എല്ലാം അങ്ങനെയാണ് വരുന്നത്. യു ട്രൈഡ് യുവർ ലെവൽ ബെസ്റ്റ്, അത്രേ ഞാൻ പറയുന്നു. വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. അതൊന്ന് പാടാമോ? നീ വാടനു നേനൈദേ. അങ്ങ് താഴെ ഇങ്ങനെ കേട്ടോ. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ. അത് അടുത്തൊന്ന് ലൈനൊന്ന് പാടാമോ? ധിക്കരീന്ദ്രജിത ഹിമകരീന്ദ്രസിത അത് വേറെ ഏതാണ്ടൊക്കെയാണ് നീ പറയുന്നത്. വേറെ പൊട്ടത്തെറ്റ് എന്തോ ആണ്. നമുക്ക് ശരിയാക്കാം കേട്ടോ. അടുത്തത് ശുദ്രുലുരുഗനീരുദ്രവീണ നിന്നിദ്രഗാനമിതി അവതരിഞ്ചര ഗിരിധരിഞ്ചര. അങ്ങനെ ആക്കുന്ന എന്തിനാ? ഭക്തി കൂടിയായി, വെരി ഇമോഷണൽ. ഇത് ശങ്കരാന്ന് വിളിച്ചിട്ട് പാടുന്നതാണ്, ശിവനെ വിളിച്ചിട്ട് പാടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭക്തിയുടെ ഒരു ഉന്നതിയിൽ നമുക്ക് തോന്നുന്ന ഒരു സന്തോഷം കൊണ്ടുള്ള ഒരു പെയിൻ ഉണ്ട്. അതുണ്ട് ഇതിൽ. ശങ്കര നല്ല ശങ്കര. ഈ സെക്കൻഡ് ഹാഫ് മുതലും മുഴുവൻ ഇമോഷണലാണ് പാട്ട്. അപ്പോൾ മോൻ അതൊന്ന് കുറച്ചും കൂടെ ആവാഹിക്കാമല്ലോ. കാര്യം SPB സാർ വളരെ കൃത്യമായിട്ട് പാടി വെച്ചിട്ടുണ്ട്. വേറൊന്നും നമുക്ക് റെഫറൻസിൻ്റെ ആവശ്യമില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ പാട്ട് പോരെ. പക്ഷേ നന്നായിട്ട് പാടി, ശ്രുതി മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എസ്പെഷ്യലി മറ്റേ ഏറ്റവും ടോപ്പ് പോർഷൻ ലാസ്റ്റ് പാടിയല്ലോ, അത് കഴിഞ്ഞ് വന്ന ആ പല്ലവിയിലാണ് പ്രകടമായിട്ട് കാണുന്നത്. അല്ലാത്തടത്തൊക്കെ ശൈലം ഉണ്ട്. എന്തായാലും ടോട്ടലി നോക്കുമ്പോൾ വളരെ ഗംഭീരമായിട്ട് തന്നെ പാടി കേട്ടോ. നല്ലൊരു പാട്ട്. പല്ലവി എന്ന് പാടിക്കും. ശങ്കര അത്ര സോഫ്റ്റ് ആക്കാത്ത കുറച്ചുകൂടെ ശങ്ക ആ ഒരു ശങ്കര കുറച്ചുകൂടെ ബലപ്പിക്കും. അവിടെ കുഴപ്പമില്ല, അവനെ ഇത്തിരി മെലഡി വരുന്നത്. ഇത് മെലഡി ഉണ്ടെങ്കിലും അതിനകത്തൊരു ഒരു പവറുണ്ട്. ആ പവർ, ഒരു കുത്തുണ്ട് അതിനകത്ത്. അതും കൂടെ ഒന്ന് വരുത്താൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. പക്ഷെ പാട്ട് അതിമനോഹരമായിട്ട് പാടി.